CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഉയർപ്പു തിരുനാൾ ആഘോഷിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ലോകത്ത് വർദ്ധിച്ചുവരുന്ന യുദ്ധങ്ങളിലും അനീതികളിലും തളർന്നുപോകാതെ സമാധാനത്തിനായി നിലകൊള്ളണമെന്ന് ലിയോ 14 മാർപ്പാപ്പയുടെ ഈസ്റ്റർ സന്ദേശം. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകളും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ഗുരുവായൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി CH റഷീദിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസ്ഹറുദ്ദീൻ നയിച്ച UDYF റോഡ് ഷോ ആവേശമായി. കുന്നംകുളം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ രണ്ടാംഘട്ട പര്യടനത്തിന് തുടക്കമായി. കടവലൂർ പഞ്ചായത്തിലെ തിപ്പിലശ്ശേരി പൊന്നാംകുന്ന് ഉന്നതിയിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ പര്യടനം KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ വിജയത്തിനായി INTUC ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരത്തിൽ റോഡ് ഷോയും പൊതുയോഗവും നടത്തി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പാറയമ്പാടത്ത് KSRTC സൂപ്പർഫാസ്റ്റ് ബസിന് തീപിടിച്ചു. യാത്രക്കിടെ ബസിന്റെ മുൻവശത്ത് എഞ്ചിൻ ഭാഗത്തു നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ ഉടൻ തന്നെ വാഹനം നിർത്തി യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. പാവറട്ടിയിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരനെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ ചാവക്കാട് പുന്ന സ്വദേശി ബഷീറിന് ഗുരുതരമായി പരിക്കേറ്റു. ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഷർട്ട് അഴിച്ചു കയറണമെന്ന രീതി മാറ്റുന്ന കാര്യം ഭക്തസമൂഹം ആലോചിക്കണമെന്ന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് പറഞ്ഞു. മാധ്യമപ്രവർത്തകനായിരുന്ന ജനു ഗുരുവായൂരിന്റെ 2ാം ചരമവാർഷിക അനുസ്മരണത്തോടനുബന്ധിച്ച് ഗുരുവായൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച പുരസ്കാരദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുന്നീർകുളം മണ്ടത്തോട് നാക്കോലയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം, 4 പേർക്ക് പരിക്ക്. എടക്കര മിനി സെന്റർ സ്വദേശികളായ 19 വയസ്സുള്ള ആനക്കോട്ടിൽ നിഹാദ്, 18 വയസ്സുള്ള പനിച്ചാംകുളങ്ങര ഫായിസ്, ചങ്ങരംകുളം സ്വദേശികളായ അപർണ, അശ്വിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. CCTV സീനിയർ ക്യാമറാമാനായിരുന്ന ഗിസ്റ്റോ ജോസിന്റെ 4ാം ചരമവാർഷികം ആചരിച്ചു. സഹപ്രവർത്തകരുടെയും സുഹൃത്ത് സംഘത്തിന്റെയും നേതൃത്വത്തിൽ ചിറമനേങ്ങാട് കനിവ് ട്രസ്റ്റിലെ അമ്മമാർക്കൊപ്പമാണ് ഗിസ്റ്റോ ജോസ് അനുസ്മരണം സംഘടിപ്പിച്ചത്. മാർത്തോമ ക്രിസ്ത്യാനികളുടെ ചരിത്രപ്രസിദ്ധമായ പൊതുഞായർ തിരുനാളിന് തുടക്കം കുറിച്ച് ആർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയത്തിലെ മാർത്തോമ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാൾ കൊടികയറ്റം നടന്നു. കുന്നംകുളം സെന്റ് ലാസറസ് പഴയ പള്ളിയിൽ പാമ്പാടി തിരുമേനിയുടെ 61ാം ഓർമ്മ പെരുന്നാളിന് ഫാദർ ഗീവർഗീസ് ജോൺസൺ കൊടിയേറ്റി. ഏപ്രിൽ 12, 13 തീയതികളിലാണ് പെരുന്നാൾ. പുന്നേർകുളം ചെറായി ക്രിയേറ്റീവ് വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ക്രിയേറ്റീവ് ആർച്ചറി അക്കാദമി 1ാം വാർഷികവും സമ്മർ ക്യാമ്പ് ഉദ്ഘാടനവും നടത്തി. പാറന്നൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഏപ്രിൽ 11, 12 തീയതികളിലാണ് വിശുദ്ധ യൗസേപിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. ഗുരുവായൂർ പേരകം സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ തോമാശ്ലേഹായുടെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഈ മാസം 10 മുതൽ 13 വരെയുള്ള തീയതികളിലാണ് തിരുനാൾ. എളവള്ളി യൂത്ത് ചേംബറിന്റെ നേതൃത്വത്തിൽ അജ്മൽ എവർ റോളിംഗ് ട്രോഫി ആൻഡ് ക്യാഷ് പ്രൈസിനും മുണ്ടന്തറ ഷനൂബ് റണ്ണേഴ്സ് ട്രോഫി ആൻഡ് ക്യാഷ് പ്രൈസിനും വേണ്ടി ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.